ഇത് മധുരമുള്ള ഒരു കറിയാണത്. ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈനാപ്പിളും ഏത്തപ്പഴവും മുന്തിരിയും കൂടി ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു പൈനാപ്പിളിന്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനിവിടെ കൊത്തി എരിഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. ഒന്നല്ലെങ്കിൽ കൊത്തി എരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് ഏത്തപ്പഴമാണ്. ഞാനിവിടെ ഒരു ഏത്തപ്പഴത്തിന്റെ പകുതി എടുത്തിട്ട് അതും നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മുന്തിരി വേണം. ഞാനിവിടെ കറുത്ത ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിയാണ് എടുത്തേക്കുന്നത്. ഇതൊരു 16 എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കാഷ്നട്ടാണ്. കാഷ്നട്ട് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ കറി വേവിച്ചെടുക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളകിന്റെ പൊടി എടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് തേങ്ങ അരച്ചിട്ട് ചേർക്കും. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ ടൈപ്പ് ജീരകമാണ് എടുത്തേക്കുന്നത്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇത് മൂന്നും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂൺ കടുകും വേണം. കടുക് ഈ തേങ്ങയുടെ കൂട്ടത്തിൽ അരച്ചെടുക്കണ്ട. കടുക് സെപ്പറേറ്റ് പൊടിച്ചെടുക്കുക. തേങ്ങയുടെ കൂട്ടത്തിൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കറിക്ക് ചെറുതായിട്ടൊരു കൈപ്പരസം ഉണ്ടാവും. അപ്പൊ കടുക് പൊടിച്ചത് ഈ തേങ്ങ അരച്ചത് ചേർക്കണേണ്ട ഒപ്പം തന്നെ ഈ കടുകിന്റെ പൊടിയും കൂടിയും ചേർക്കണം. പിന്നെ വേണ്ടത് തൈരാണ്. തൈര് കറിയുടെ ഏറ്റവും ലാസ്റ്റാണ് ചേർക്കുന്നത്. ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് തൈര് ചേർക്കാം. പിന്നെ പഞ്ചസാര വേണം. പഞ്ചസാര 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക്, കറിവേപ്പില. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ മധുര പച്ചടിയാക്കാന്ന്. ഇനി ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു പാൻ എടുക്കാം. ഇതിലേക്ക് പൈനാപ്പിൾ ചേർക്കാം. ഏത്തപ്പഴം ചേർക്കാം. പച്ചമുളക് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടിക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മുന്തിരി നമ്മൾ ഇതൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടാണ് മുന്തിരി ചേർക്കുന്നത്. ഏറ്റവും അധികം പൈനാപ്പിളും ഏത്തപ്പഴവും കൂടിയിട്ട് വേവിക്കും. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഈ പൈനാപ്പിളിന് അത്യാവശ്യം നല്ല വേവുണ്ട്. ഏത്തപ്പഴമൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. പൈനാപ്പിൾ മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഈ പൈനാപ്പിളും ഏത്തപ്പഴവും നന്നായിട്ട് വെന്ത് വരണം. ഏത്തപ്പഴം പെട്ടെന്ന് വേവും. പൈനാപ്പിൾ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് ജീരകം ചേർക്കാം. ഞാനിവിടെ ചെറിയ ടൈപ്പ് ജീരകമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ തേങ്ങ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണ്ട. ഇത് അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഇനി കടുക് പൊടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കടുക് പൊടിച്ചെടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ കടുകാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. മൂടി വയ്ക്കുക. ഇപ്പോൾ പൈനാപ്പിളും പഴവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടിയിടരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചേർക്കാം.
മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് വേവിക്കാം. അപ്പോൾ കാഷ്നട്ട് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ആ പഞ്ചസാര ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്തേക്കണ പഞ്ചസാര ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ കാഷ്നട്ടും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് മുന്തിരി ചേർക്കാം. മുന്തിരി ഇതിനകത്ത് വെന്തുടഞ്ഞ് പോകരുത്, അതുകൊണ്ടാണ് മുന്തിരി ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. കടുക് പൊടിച്ചതും ചേർക്കാം. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർക്കാം. ഇത് മൂടി വയ്ക്കണ്ട. ഈ തേങ്ങയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മിക്സായിട്ട് ഈ കറി നല്ല തിക്കായിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് തൈര് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. നന്നായിട്ട് തിക്കായിട്ട് വേണം ഇതിലേക്ക് തൈര് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇതധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണിത്. ഇതൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അധികം നേരമായിട്ട് ചൂടാക്കണ്ട. അധികം നേരമായിട്ട് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കറി വെള്ളം പോലെ ആവും. പിന്നെയും താളിച്ച് ചേർക്കാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ കറി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ താളിച്ച് ഒഴിക്കുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. കറിവേപ്പിലയും ചേർക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്.